Hello friends, I am Professor N.S. Shyama Prasad and we are going to discuss a very important article of the Indian Constitution, Article 19. Article 19 is a very important article of the Indian Constitution and 19 has a number of subclauses. So we are discussing 19.1 A, B, C, D, E, F, G. 19.1 has a number of subclauses, 91 A, B, C, D, E, F, G. And you must remember, Article 19 is exclusively for Indian citizens. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ ചിലത് ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എല്ലാവർക്കും എൻജോയ് ചെയ്യാം. പക്ഷേ ഈ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ള കുറേ സ്വാതന്ത്ര്യങ്ങളാണ്, കുറേ അവകാശങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന്. ആർട്ടിക്കിൾ 19.1 A, B, C, D, E, F, G. അപ്പം 19.1 എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യം. 19.1 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. എപ്പോഴും ഓർത്തിരിക്കണം ഇതെല്ലാം. 19.1 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യം. എല്ലാ പൗരന്മാർക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ചില റിസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ അഭിപ്രായം വേറെ ഡിഫൈൻ ചെയ്യാൻ പാടില്ല, കോടതിയുടെ ഉത്തരവിനെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ റിസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും സാധാരണ രീതിയിൽ നമുക്കെല്ലാം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. അത് നമുക്കേ ഉള്ളൂ. ഇപ്പോൾ വിദേശത്ത് നിന്നൊരു പൗരന് ഇവിടെ വന്ന അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇന്ത്യൻ പൗരന്മാർക്കുള്ള അവകാശമാണ് 19.1 പിന്നെ പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും, ഡസ് ഇറ്റ് ഇൻക്ലൂഡ് ഡസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് മെൻഷൻ ദ ഫ്രീഡം ഓഫ് ദ പ്രസ്. കോൺസ്റ്റിറ്റ്യൂഷൻ പത്രസ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രത്യേകം പറയുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് 19.1 ഇൻക്ലൂഡ്സ് ഫ്രീഡം ഓഫ് ദ പ്രസ്. ഫ്രീഡം ഓഫ് ദ ഫോർത്ത് എസ്റ്റേറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ 19.1 പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി ചില വിധികൾ വന്നിട്ടുണ്ട്. അതിലൊരു പ്രധാന വിധിയാണ് ബിജോയ് ഇമ്മാനുവൽ കേസ് എന്നൊരു കേസുണ്ട്. ആ കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇൻക്ലൂഡ്സ് ദ റൈറ്റ് റിമെയിൻ സൈലൻറ്റ്. മിണ്ടാതിരിക്കാനുള്ള അവകാശമാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് വെച്ചാൽ സംസാരിക്കാനുള്ള അവകാശമാണെങ്കിലും സുപ്രീം കോടതി ഇപ്പം പറഞ്ഞിട്ടുണ്ട് സംസാരിക്കാതിരിക്കാനുള്ള അവകാശങ്ങളുണ്ട്. നമുക്ക് മിണ്ടാതിരിക്കാം. ഇപ്പം നമുക്കറിയാമല്ലോ, കോടതിയിൽ ചില പ്രതികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെന്ത് ചോദിച്ചാലും ആൻസർ പറയത്തില്ല. ദേ ഹാവ് എ റൈറ്റ് റിമെയിൻ സൈലൻറ്റ്. മിണ്ടാതിരിക്കാനുള്ള അവകാശവും ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഇത് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രീഡം, റൈറ്റ് ഗ്യാരണ്ടി ടു ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. സെക്കൻഡ് ഈസ് ആർട്ടിക്കിൾ ബി, 19.1 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്. ഇന്ത്യൻ പൗരന്മാരുടെ ഒരു അവകാശമാണ് എവിടെയും അസംബിൾ ചെയ്യാം. ഇപ്പം നമുക്ക് ഒരുമിച്ചൊരു മീറ്റിംഗ് കൂടാം, എവിടെയും നമുക്ക് മീറ്റിംഗ് കൂടാം. ഇപ്പം നമുക്ക് സെക്രട്ടറിയുടെ മുമ്പിലാണ് ഒരു മീറ്റിംഗ് നടത്താൻ, സെക്രട്ടറിയുടെ മുമ്പിൽ മീറ്റിംഗ് നടത്താം. നമുക്ക് രാജ്ഭവൻ്റെ മുമ്പിലാണ് മീറ്റിംഗ് നടത്താൻ, രാജ്ഭവൻ്റെ മുമ്പിൽ നടത്താം. മറ്റേ എവിടെയെങ്കിലാണ് മീറ്റിംഗ് നടത്താൻ, മീറ്റിംഗ് നടത്താം. അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്. ആയുധങ്ങളില്ലാതെ എവിടെ വേണമെങ്കിലും നമുക്ക് ഒരുമിച്ച് കൂടാനും മീറ്റ് ചെയ്യാനുള്ള അവകാശം ഭരണഘടന തരുന്നുണ്ട്. അത് ഇന്ത്യൻ പൗരന്മാർക്ക് ഇതുപോലെ എവിടെ വേണമെങ്കിലും ഒരുമിച്ച് കൂടാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്. ആയുധങ്ങളോടെ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഫണ്ടമെൻ്റൽ റൈറ്റിന് ചില റിസ്ട്രിക്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്കറിയാം, ചില സ്ഥലത്ത് ആളുകൾ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ചിലപ്പോൾ അത് ബഹളത്തിലേക്ക് മാറാം, വയലൻസൊക്കെ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് പറയും അവിടെ 5 പേരെ കൂടുതൽ ഒരുമിച്ച് കൂടാൻ പാടില്ല. അതിനാണ് നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മൾ പറയാറുണ്ടായിരുന്നു 144 പ്രഖ്യാപിച്ചു. 144 കളക്ടർ അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ RDO തുടങ്ങിയവർക്ക് ഒരു അധികാരമുണ്ട് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അവർക്ക് 144 പ്രഖ്യാപിക്കാം. 144 പ്രഖ്യാപിക്കുക വെച്ചാൽ 5 അതിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടാൻ പാടില്ല. അങ്ങനെ കൂടിയാൽ അവരെ ഡിസ്പേഴ്സ് ചെയ്യാനുള്ള അധികാരം പോലീസിനുണ്ട്. അപ്പം ചില പ്രത്യേക പരിസ്ഥിതിയിൽ ഈ ആളുകൾ ഒരുമിച്ച് കൂടുന്നത് തടയാം. അല്ലെങ്കിലോ എല്ലായിടത്തും ആളുകൾക്ക് ഒരുമിച്ച് കൂടാനുള്ള അവകാശമുണ്ട്. ഈ 144 വളരെ കാലത്തേക്കൊന്നും പറ്റത്തില്ല, ഒരു ഷോർട്ട് ടൈം. ഇപ്പോൾ സെക്രട്ടറിയുടെ മുമ്പിൽ ഭയങ്കര ബഹളമുള്ള സമരം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് 144 പ്രഖ്യാപിക്കുന്നു. അപ്പോൾ പിന്നെ അവിടെ 5 അതിൽ കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ പാടില്ല. ഇപ്പോൾ അത് BNSS പുതിയ നിയമത്തിൽ 163 സെക്ഷനാണ്. 144 മാറിയിട്ട് ഇപ്പം BNSS പുതിയ നിയമത്തിൽ 163 ഈ പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് റൈറ്റാണ്. മൂന്നാമത്തെ റൈറ്റ് 19.1 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഫോം അസോസിയേഷൻ, യൂണിയൻസ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശമാണ് അസോസിയേഷൻ ഉണ്ടാക്കാം, യൂണിയൻ ഉണ്ടാക്കാം, സഹകരണ സംഘം ഉണ്ടാക്കാം. അപ്പോൾ സഹകരണ സംഘം ഉണ്ടാക്കാമെന്നുള്ളത് ഒറിജിനലായിട്ട് ഭരണഘടനയ്ക്ക് എത്തില്ലായിരുന്നു. അത് പിന്നീട് 97th അമെൻമെൻറ്റിൽ ആഡ് ചെയ്തതാണ്, പിന്നീട് അമെൻഡ് ചെയ്തതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് റൈറ്റ് ടു ഫോം അസോസിയേഷൻ, യൂണിയൻ. എല്ലാവർക്കും അസോസിയേഷൻ ഉണ്ടാക്കാം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് അസോസിയേഷൻ ഉണ്ടാക്കാം, IASകാർക്ക് അസോസിയേഷൻ ഉണ്ടാക്കാം, IPSകാർക്ക് അസോസിയേഷൻ ഉണ്ടാക്കാം, ആർക്ക് വേണമെങ്കിലും അസോസിയേഷൻ ഉണ്ടാക്കാം, യൂണിയൻ ഉണ്ടാക്കാം.
എംപ്ലോയീസിനെല്ലാം അസോസിയേഷൻ ഉണ്ടാക്കാം. പക്ഷേ നമ്മുടെ നിയമപ്രകാരം ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയപരമായ അസോസിയേഷനിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കാൻ പാടില്ല. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ അസോസിയേഷൻ ന്യൂട്രലായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. പക്ഷേ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. പലപ്പോഴും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ അസോസിയേഷൻ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് അഫിലിയേറ്റഡ് ആയിരിക്കും. അപ്പം എല്ലാവർക്കും അസോസിയേഷൻ യൂണിയൻ ഉണ്ടാക്കാൻ അവകാശമുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതോടൊപ്പം പാർലമെൻറ്റിന് ഒരു പവറുണ്ട്. ചില കാറ്റഗറി ആളുകളുടെ ഈ സ്വാതന്ത്ര്യം കുറച്ച് വയ്ക്കാം. ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ചില ആളുകൾക്ക് ഇല്ല എന്ന് പറയാം. ആ റിസ്ട്രിക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ ഫ്രീഡം ഓഫ് യൂണിയൻ അസോസിയേഷനൊക്കെ 19(1)(c) പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമാണ് ആർമി ആക്ട് എന്ന് പറയും, നേവി ആക്ട് എന്ന് പറയും, എയർഫോഴ്സ് ആക്ട് എന്ന് പറയും, BSF ആക്ട് എന്ന് പറയും. എന്താണ് ഈ ആക്ട് പറയുന്നത്? ഇതിലെ ജോലിക്കാർക്ക്, പട്ടാളക്കാർക്ക് അസോസിയേഷൻ ഉണ്ടാക്കാൻ അവകാശമില്ല, പട്ടാളക്കാർക്ക് യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശമില്ല. എന്താ കാരണം? മിലിറ്ററിയിൽ നമുക്ക് അത്യാവശ്യമുള്ളത് ഡിസിപ്ലിനാണ്. അപ്പോൾ പാർട്ടിയിലെ സോൾജേഴ്സ് എല്ലാം അസോസിയേഷൻ ഉണ്ടാക്കുക, പല അസോസിയേഷൻ ഉണ്ടാക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ടോപ്പ് ലീഡർഷിപ്പ് പറയുന്നത് ഇവർ അനുസരിക്കത്തില്ല. ദാറ്റ് മേ ലീഡ് ടു ഇൻസബോർഡിനേഷൻ, അതുപോലെ ഡിസൊബീഡിയൻസ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ യുദ്ധം ഉണ്ടാകുന്നു. യുദ്ധം ഉണ്ടാകുമ്പോൾ ഒരു ട്രൂപ്പിനോട് അങ്ങോട്ട് പോകാൻ പറയുകയാണ്. ആ ട്രൂപ്പ് പറയുകയാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, വേറെ ട്രൂപ്പ് പോകണമെന്ന് പറഞ്ഞാൽ ദാറ്റ് മേ അഫക്റ്റ് അവർ കൺട്രി, ദാറ്റ് മേ അഫക്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ദി നേഷൻ. സോ ദിസ് കനോട്ട് ബി അലൗഡ്. അപ്പം മിലിറ്ററിയിലുള്ളവർക്കൊന്നും ഇത് എൻജോയ് ചെയ്യാൻ അവകാശമില്ല. അത് പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കിയിട്ട് അത് റിസ്ട്രിക്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. നാലാമത്തേത് ഡി റൈറ്റ് ടു ഫ്രീ മൂവ്മെൻറ്റ്. എവറി ഇന്ത്യൻ സിറ്റിസൺ ഹാസ് എ ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഹി ഹാസ് എ റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട് നമുക്ക്. ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ നമുക്ക് നാളെ മദ്രാസിൽ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് മദ്രാസിൽ പോകാം. മറ്റന്നാൾ നമുക്ക് ഹൈദരാബാദിൽ പോകണമെന്ന് ഹൈദരാബാദിൽ പോകാം. ഡൽഹി പോകണമെന്ന് ഡൽഹി പോകാം. വി ഹാവ് എ റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ദ ടെറിട്ടറി. ഇന്ത്യ പൗരന്മാർക്കുള്ള അവകാശമാണ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. അതാണ് നമ്മുടെ ഭരണഘടന 19(1)(d) പ്രകാരം തന്നത്. പക്ഷേ കുറച്ചാൾ കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നു. ആ കേസിൻ്റെ പേര് മേനാഗാന്ധി കേസാണ്. 1980 മേനാഗാന്ധി കേസ്. മേനാഗാന്ധി കേസ് വന്നപ്പോൾ സുപ്രീം കോടതി പറയുകയാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെവിടെയും പോകാനുള്ള അവകാശം നമുക്കുണ്ട്. ഇന്ത്യക്കാർക്ക് ലോകത്തിൽ എവിടെയും പോകാനുള്ള അവകാശമുണ്ട്. സുപ്രീം കോടതി എക്സ്പാൻഡ് ചെയ്ത് റൈറ്റ്. അപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിൽ പോകാനോ ബ്രിട്ടനിൽ പോകാനോ ഫ്രാൻസിൽ പോകാനോ നമുക്ക് അവകാശമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള അവകാശമാണ് റൈറ്റ് ടു ഗെറ്റ് എ പാസ്പോർട്ട്. നമ്മൾ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത പാസ്പോർട്ട് തരണം. പാസ്പോർട്ട് കനോട്ട് ബി ഇമ്പൗണ്ടഡ് ബൈ ദ ഗവൺമെൻറ്. അപ്പം ഇന്ത്യ മുഴുവനും മാത്രമല്ല ലോകത്ത് പോലും സഞ്ചരിക്കാനുള്ള അവകാശം നമുക്ക് ഇപ്പം ഭരണഘടന തരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ചില റിസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ എല്ലായിടത്തും പോകാമെന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്ത് കിടക്കുന്ന ലക്ഷദ്വീപ് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ലക്ഷദ്വീപിൽ പോകണമെങ്കിൽ ഒരു പെർമിറ്റ് വേണം. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് ഒരു എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട്. അവിടുന്ന് ഈ പെർമിറ്റ് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ലക്ഷദ്വീപ് പോകാൻ വെക്കൂ. അതിന് കാരണം വെച്ചാൽ ലക്ഷദ്വീപിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അവിടെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ചില റിസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് അവിടെ പോകണമെങ്കിൽ പെർമിറ്റ് വേണം. അങ്ങനെ പെർമിറ്റ് ഉള്ളവർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റൂ. നമുക്കിപ്പം ബാംഗ്ലൂരിൽ പോകുന്നതിൽ ലക്ഷദ്വീപിൽ പോകാനായിട്ട് സാധിക്കത്തില്ല, പെർമിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ നോർത്തിൽ ചില സ്റ്റേറ്റ്, ഉദാഹരണത്തിന് അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, ഈ സംസ്ഥാനങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു പ്രത്യേക റൂളുണ്ട്. ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയും. ഇന്നർ ലൈൻ പെർമിറ്റ്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ ചെന്നാൽ, ഇപ്പോൾ നമ്മൾ അരുണാചൽ പ്രദേശ് ചെല്ലുന്നു അല്ലെങ്കിൽ മണിപ്പൂരിൽ ചെല്ലുന്നു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ ഏരിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കാം. ഇന്ത്യ പൗരന്മാർക്ക് എല്ലായിടത്തും പോകാമെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ ചില സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പെർമിഷൻ വാങ്ങിക്കണം. ആ പെർമിഷൻ അറിയപ്പെടുന്നത് ഇന്നർ ലൈൻ പെർമിറ്റ് എന്നാണ്. അപ്പോൾ 3-4 സ്റ്റേറ്റിൽ ഈ റൂളുണ്ട്. ഇന്നർ ലൈൻ പെർമിറ്റ് ഉണ്ടെങ്കിലേ പോകാൻ പറ്റൂ. അല്ലെങ്കിൽ അതർവൈസ് നമുക്ക് ഇന്ത്യയിൽ എവിടെയും പോകാനുള്ള അവകാശമുണ്ട്. ഇന്ത്യ പൗരന്മാർക്ക് വിസിറ്റിനായിട്ടും അല്ലെങ്കിൽ താമസിക്കാൻ എവിടെയും പോകാം. ദാറ്റ് റൈറ്റ് ഈസ് ഗിവൺ ബൈ ആർട്ടിക്കിൾ 19(1)(d). ഇനി 19(1)(e) മറ്റൊരു റൈറ്റ് സിമിലർ ടു ദിസ്. 19(1)(e) പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യയിൽ എവിടെയും സെറ്റിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്, എവിടെയും പോയി താമസിക്കാനുള്ള അവകാശമുണ്ട്. അത് ആർക്കും റിസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഈ കേരളത്തിൽ താമസിക്കേണ്ട, ഞാൻ ബാംഗ്ലൂർ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ മദ്രാസ് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ ബോംബെയിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഇവിടുന്ന് അവിടെ പോകാം. അവിടെ പോയി വാടകയ്ക്ക് വീടെടുത്തോ അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിച്ചോ എനിക്ക് അവിടെ താമസിക്കാം. ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ എവിടെ പോയി താമസിക്കുന്നതിന് യാതൊരു റിസ്ട്രിക്ഷനും ഇല്ല. അവിടെ പോയി സ്ഥലം വാങ്ങിച്ചോ വാടകയ്ക്കോ നമുക്ക് എവിടെ വേണമെങ്കിൽ താമസിക്കാം. അതൊരു പ്രത്യേക റൈറ്റായിട്ട് നമുക്ക് ഈ ഭരണഘടന തരുന്നുണ്ട്. പക്ഷേ കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ ഓർക്കണം, ജമ്മു കാശ്മീർ ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ആർട്ടിക്കിൾ 370 ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ജമ്മു കാശ്മീരിലെ പെർമനൻറ്റ് റെസിഡൻസ് എന്നൊരു കാറ്റഗറി ആളുണ്ട്. അവർക്ക് മാത്രമേ അവിടെ സ്ഥലം വാങ്ങിക്കാൻ പറ്റുള്ളൂ.
നമുക്ക് ജമ്മു കാശ്മീരിൽ പോയി സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ല. അവിടുത്തെ പെർമനൻറ്റ് റെസിഡൻസ് മാത്രമേ ജമ്മു കാശ്മീരിൽ സ്ഥലം വാങ്ങിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ അവിടെ വന്ന് താമസിക്കാൻ പറ്റില്ല. പക്ഷേ ജമ്മു കാശ്മീർ സംസ്ഥാനം ഇല്ലാതായി. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. ഇപ്പോൾ ആർക്ക് വേണമെങ്കിൽ ജമ്മു കാശ്മീരിൽ പോയി സ്ഥലം വാങ്ങിക്കാം, അവിടെ പെർമനൻ്റായിട്ട് സെറ്റിൽ ചെയ്യാം. ആ റെസ്ട്രിക്ഷനൊക്കെ പോയി. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റൈറ്റാണ് ആർട്ടിക്കിൾ 19(1)D, റൈറ്റ് ടു സെറ്റിൽ ഡൗൺ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ. ഇനി അടുത്ത ആർട്ടിക്കിൾ 19(1)F. 19(1)F ഇപ്പോൾ ഇല്ല. 19(1)F എന്ന് പറഞ്ഞാൽ റൈറ്റ് പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗമായിരുന്നു. 19(1)F. റൈറ്റ് പ്രോപ്പർട്ടി എഴുതി കളഞ്ഞു. 44ാമത്തെ അമെൻമെൻറ്റ് റൈറ്റ് പ്രോപ്പർട്ടി എഴുതി കളഞ്ഞു. അതോടെ ഈ 19(1)F ഇല്ലാതായി. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ 19(1)F ഇല്ലാതായാൽ GF ആകുന്നില്ല. F ഒമിറ്റഡ് എന്ന് എഴുതുള്ളൂ. അപ്പോൾ F ഒമിറ്റഡാണ്. ഇനി ഒരു ആർട്ടിക്കിളുണ്ട് 19(1)G. അപ്പോൾ 19(1)G എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയിൽ മറ്റൊരു അവകാശമാണ്. നമുക്ക് ഏത് പ്രൊഫഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇന്ത്യക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ സെലക്ട് ചെയ്യാം. ഏത് ജോലിക്കും പോകാം. ഇതിലൊന്നും ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യത്തില്ല 19(1)G പ്രകാരം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് ഡോക്ടറാണെങ്കിൽ അയാൾക്ക് ഡോക്ടറാകാം, ഒരാൾക്ക് എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ ആകാം. അയാളുടെ പ്രൊഫഷൻ അയാൾക്ക് തന്നെ തീരുമാനിക്കാം. അതുപോലെ അയാൾക്ക് എന്ത് ബിസിനസ് അല്ലെങ്കിൽ ട്രേഡ് അയാൾക്ക് ഇഷ്ടമായത് നടത്താം. ഇപ്പോൾ ഒരാൾക്ക് റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ അയാൾക്ക് റിയൽ എസ്റ്റേറ്റ് പോകാം. ഒരാൾക്ക് ഫിലിം ഇൻഡസ്ട്രി ആണ് ഇഷ്ടമെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി പോകാം. ഒരാൾക്ക് IT മേഖല ഇഷ്ടമെങ്കിൽ അതിൽ പോകാം. ഇതിലൊന്നും ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യത്തില്ല. ഓരോ വ്യക്തിക്കും അവർക്ക് ഇഷ്ടമുള്ള ജോലി ഫോളോ ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാം, ഇഷ്ടമുള്ള ട്രേഡ് ഓർ ബിസിനസ് നടത്താം. പക്ഷേ ചില റിസ്ട്രിക്ഷൻസ് ഉണ്ട്. ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ്, ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് കനോട്ട് ബി അലൗഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്മഗ്ലിംഗ് നടത്തുക. ഒരുത്തർ സ്മഗ്ലിംഗ് നടത്തി അയാളെ പിടിച്ചപ്പോൾ അയാൾ പറയാണ് 19(1)G അനുസരിച്ച് എന്ത് തൊഴിൽ ചെയ്യാം. അത് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാൽ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി അനുവദിക്കത്തില്ല. അപ്പോൾ ആൻറ്റി നാഷണൽ, ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി ഒഴിച്ച് ബാക്കി എന്ത് വേണേലും ചെയ്യുന്നുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ ചില ജോലി ചെയ്യുന്നതിന് ഗവൺമെൻറ് ചില നിയമങ്ങളുണ്ടാക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ഡോക്ടറാകണം, ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഗവൺമെൻറ് പറയാം ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ യു മസ്റ്റ് ഹാവ് ബേസിക് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മെഡിസിൻ. അതില്ലാതെ ഒരാൾ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ദാറ്റ് മേ അഫക്ട് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് അതർ പേഴ്സൺസ്. സോ ചില ജോലിക്ക് ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് വരുത്താം. ആ റെസ്ട്രിക്ഷൻസ് അനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. ആ റെസ്ട്രിക്ഷൻ ഇല്ലാത്തടത്ത് നമുക്ക് ഏത് ജോലിയും ആർക്ക് പോകാവുന്നതാണ്. അതാണ് 19(1)G. അപ്പോൾ 19(1)A to G വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ റൈറ്റ്സാണ് ഇന്ത്യൻ പൗരന്മാർക്ക് കൊടുക്കുന്നത്. അത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ റിസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ചില റൈറ്റ്സ് സുപ്രീം കോടതി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വിദേശത്ത് പോകാനുള്ള അവകാശം അല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടാനുള്ള അവകാശം. ഇന്ത്യക്കകത്ത് കൂടെ സഞ്ചരിക്കാൻ ഭരണഘടന തന്നെങ്കിലും സുപ്രീം കോടതി അത് എക്സ്പാൻഡ് ചെയ്തിട്ട് പറയുകയാണ് ലോകത്തിൽ എവിടെയും പോകാനുള്ള അവകാശമാണ് നമുക്കുണ്ട്. പാസ്പോർട്ട് കിട്ടാനുള്ള അവകാശമുണ്ട്. വിദേശ രാജ്യത്തെ വിസയും പാസ്പോർട്ടും ഒക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എവിടെയും പോകാം. ഇത്തരം കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 നമുക്ക് തരുന്നത്. 19(1)A to G ഓർത്തിരിക്കണം. ഈ വേറെ ഒന്നും അതുപോലെ ഓർത്തിരിക്കാം. അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, ആയുധങ്ങളോടെ കൂടുതലെന്നാണ്. അപ്പോൾ സിഖുകാർക്കൊരു കഷ്ടമുണ്ട്. സിഖുകാർ എന്ത് ചെയ്യും, അവരുടെ കയ്യിലൊരു കൃപ്പാണെന്നൊരു ആയുധമുണ്ട്, ചെറിയൊരു കടാരി അവരുടെ കയ്യിൽ കാണും. സിഖുകാർക്ക് അത് കൊണ്ടു നടക്കാൻ അനുവാദമുണ്ട്. പക്ഷേ അതുമായിട്ട് വന്നാൽ ആയുധത്തോടുള്ള മീറ്റിംഗ് പറയത്തില്ല. അതവിടെ റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമാണ്. അതുമായിട്ട് അവർക്ക് ഈ മീറ്റിങ്ങിന് വരാവുന്നതാണ്. പക്ഷേ ഈ കൃപാനുമായിട്ട് ഫ്ലൈറ്റിൽ പോകാമെന്നുള്ള സംശയമാണ്. ഫ്ലൈറ്റ് സെക്യൂരിറ്റി ചിലപ്പം ഇത് അനുഭവിക്കാനില്ല കൃപാനുമായിട്ട് പോകാൻ. അല്ലാതെ ഇന്ത്യയിൽ എവിടെ പോകാനും ഇന്ത്യയിൽ അസംബ്ലി ചെയ്യുമ്പോഴൊക്കെ ഈ കൃപാൻ അവരുടെ കൂടെ കൊണ്ടുപോകുന്നതിന് അനുവാദമുണ്ട്. അത് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ റിലീജിയസ് കസ്റ്റം. ആ കസ്റ്റമർ പ്രാക്ടീസ് ഇസ് വെൽ റെക്കഗ്നൈസ്ഡ് ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്രയുമാണ് ഈ 19(1)നെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് എഴുതുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഫോൺ നമ്പർ വിളിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, സീ യു.